ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ജെറി എസ്തെറ്റിക് കോർണർ. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് എപ്പോഴത്തെയും പോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാലിഗ്രാഫിയാണ്. ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിലാണ് ഞാനിത് എഴുതിയിട്ടുള്ളത്. ഫറാഷത്തും ചേർത്ത ഉൽക്കി കുഹുൽ അജ്നഹത്തി എന്നാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇതൊരു അറബിക് പോയമിൻ്റെ ഒരു ലയനാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ബട്ടർഫ്ലൈയുടെ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ വരയ്ക്കേണ്ടിയുണ്ട്. അപ്പോൾ അതാണ് ഞാൻ വരയ്ക്കുന്നത്. അതിന് ശേഷം എഴുതിയാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ ലെറ്റേഴ്സ് എഴുതി തീർക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈയുടെ ഔട്ട്ലൈൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എഴുതാൻ തുടങ്ങാം. വളരെ ചെറിയ ലെറ്റേഴ്സാണ് ഞാനതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ പെൻസിലിൻ്റെ തിക്നെസ് അത്രയും ചെറുതാക്കിയിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ അത്രയും ചെറിയ ബട്ടർഫ്ലൈ ആണ് വരച്ചിട്ടുള്ളത്. ഇപ്പം നമ്മുടെ നോർമൽ സൈസിലുള്ള പെൻസിൽ യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ ലെറ്റേഴ്സിലേ നമുക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് വലിയ ബട്ടർഫ്ലൈയും വരയ്ക്കേണ്ടി വരും. ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ അത് നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പ് ബട്ടർഫ്ലൈയുടെ ആ ഒരു വലിപ്പം നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ഒരു ഷേപ്പിൽ കിട്ടണമെങ്കിൽ ചെറിയ ലെറ്റേഴ്സ് വെച്ച് എഴുതുമ്പോഴാണ് കൂടുതൽ ഭംഗിയിൽ എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെറിയ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് എഴുതിയത്. ഇത് ഞാൻ എഴുതിയിട്ടുള്ളത് ഒരു ക്യാൻവാസ് പേപ്പറിലായിരുന്നു. അതിൻ്റെ ഒരു സർഫസ് അത്ര ഒരു സ്മൂത്തായിട്ടുള്ള സർഫസ് ആയിരുന്നില്ല, കുറച്ച് റഫായിരുന്നു. അതുകൊണ്ട് തന്നെ പെൻസിലിട്ട് എഴുതുമ്പോൾ അത്രയും സ്മൂത്തായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിന് ഒരു നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ സ്മൂത്തായിട്ട് എഴുതാൻ സാധിക്കും. അപ്പം നമ്മുടെ ലെറ്റർ പാർട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫില്ല് ചെയ്യാം. ഞാനിവിടെ റെഡ് കളർ യൂസ് ചെയ്തിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. ആദ്യം ഞാൻ മാർക്കർ യൂസ് ചെയ്തിട്ടൊന്ന് ഫില്ല് ചെയ്ത് നോക്കിയപ്പോൾ ലെറ്റേഴ്സ് വളരെ ചെറിയ ലെറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ മാർക്കർ അതിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അക്രിലിക് പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്തിട്ട് ലെറ്റേഴ്സ് ഫില്ല് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടി ഒരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാകും. അതുകൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്.
അപ്പോൾ നമ്മുടെ ലെറ്റേഴ്സ് എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് സിമ്പിൾസ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ സിമ്പിൾസ് ലെറ്റേഴ്സിനേക്കാളും ചെറുതായിട്ടാണ് സിമ്പിൾസ് ഇടാനുള്ളത്. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം നമുക്കിവിടെ സിമ്പിൾസ് ആഡ് ചെയ്യേണ്ടത്. കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മുടെ കാലിഗ്രാഫിയുടെ ലെറ്റേഴ്സും സിമ്പിൾസും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പിക്ചർ കംപ്ലീറ്റ് അല്ല. അപ്പം അങ്ങനെ നമ്മുടെ ആ ഒരു ബട്ടർഫ്ലൈയുടെ കംപ്ലീറ്റ് ഒരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടി കുറച്ച് ഡിസൈൻസ് അതിനകത്ത് എക്സ്ട്രാ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എന്താണ് കാലിഗ്രാഫിയിൽ കുറേയൊക്കെ അതിൻ്റെ ഭംഗിക്ക് നമുക്ക് കുറച്ച് എക്സ്ട്രാ സിമ്പിൾസും ഡിസൈൻസും ഒക്കെ ആഡ് ചെയ്യാം. അപ്പോൾ അതുപോലെ ഞാനിവിടെ ഒരു ചെറിയ ഡിസൈൻ ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ആ ഒരു ബട്ടർഫ്ലൈയുടെ കംപ്ലീറ്റ് ഷേപ്പ് കിട്ടുന്നതിനായിട്ട്. അപ്പം നമ്മുടെ കാലിഗ്രാഫി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഷേപ്പാണ് അതിനുള്ളത്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കാലിഗ്രാഫിയും തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്